ഞാൻ ഈ വർഷം തിയേറ്ററിൽ ആദ്യം പോയി കണ്ട ഒരു മൂവിയാണ് ആട്ടം. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് മൂവി. ഒരു കിടിലൻ പടമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അധികം പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു, ട്രെയിലർ പോലും കണ്ടിട്ടില്ല, അങ്ങനെയാണ് ഞാൻ മൂവിക്ക് പോയത്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾറെഡി എനിക്ക് തോന്നുന്നു മൂവി IFFK വന്നിട്ടുണ്ട്, അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. സോ ഈ മൂവിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഈ ഒരു സിനിമ ഞാൻ കാണുന്ന സമയത്ത് ഫുൾ ഹൗസ്ഫുൾ ഷോസ് ആയിരുന്നു. കാരണം എല്ലാ ഓഡിയൻസും എസ്പെഷ്യലി മലയാളം മൂവീസിൽ ഒരുപാട് പുതിയ പുതിയ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് വരുന്നുണ്ട്. സോ അത് എല്ലാ ഓഡിയൻസും അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അല്ലാതെ ഇന്ന കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ തിയേറ്ററിൽ വരത്തുള്ളൂ, സിനിമ കാണുന്നുള്ളൂ, അങ്ങനെയൊന്നുമില്ല. കാരണം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഫുള്ളി ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് ആയിട്ട് മറ്റേ കൊമേഴ്ഷ്യലി മറ്റേ പാട്ടും ഡാൻസും അങ്ങനെ റൊമാൻസും ഒന്നും തന്നെ ഇല്ല. ഒരു പക്ക ഒരു ഡ്രാമ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോർട്ട് ഡ്രാമ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പർട്ടിക്കുലർ സ്പേസിന്റെ അകത്ത് കുറച്ച് ആൾക്കാരുടെ കോൺവെർസേഷനിൽ മാത്രം നടക്കുന്ന ഒരു സിനിമയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മൂവിയുടെ സ്ക്രീൻ പ്ലേ ആണ്. ഞാൻ അതിലോട്ട് വരാം. സോ ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് 13 വരെയുള്ള ഒരു നാടക ടീം, 12 ആണുങ്ങളും ഒരു പെൺകുട്ടിയും. സോ ഇവർ തമ്മിൽ നടക്കുന്ന കുറച്ച് പ്രോബ്ലംസും അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്ത് പുറത്തു വരുന്നതാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ സിനിമ കണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു 12 ആംഗ്രി മാൻ അല്ലെങ്കിൽ 12th മാൻ അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് സംസാരിക്കുന്ന ടൈപ്പ് ഓഫ് മൂവീസിലെ ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു മൂവി പോകുന്നത്. എന്ന് പറഞ്ഞാൽ എൻറ്റയർലി 12 ആംഗ്രി മാനെ പോലെയല്ല, ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റൈലിലാണ് ഈ മൂവിയും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ ഹൈലൈറ്റഡ് എടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ ഈ ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേ ആണ്. അടിപൊളി സ്ക്രീൻ പ്ലേ ആണ്. ഒരു പോർഷൻ പോലും വേണ്ടാന്നോ അല്ലെങ്കിൽ ലാഗായിട്ടോ അങ്ങനെ ഒന്നും തന്നെ ഫീൽ ആയിട്ടില്ല. ഭയങ്കര എൻഗേജിങ് ആയിട്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അല്ലാതെ ഒരുപാട് ലൊക്കേഷൻ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു 13 ആൾക്കാരും ഒരു പർട്ടിക്കുലർ സ്പേസും. സോ ആ ഒരു സ്പേസിൻ്റെ അത് നിന്നിട്ട് ഓരോ ആൾക്കാരുടെ POVയിലാണ് സിനിമ പോകുന്നത്, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ ഡയലോഗ്സിലാണ് ഈ മൂവി മുന്നോട്ട് പോകുന്നത്. സോ ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ, ഭയങ്കര ബോറായിരിക്കും, ലാഗായിരിക്കും, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഓരോ സീക്വൻസും ഭയങ്കര എൻഗേജിങ് ആയിട്ട് മൂവി കൊണ്ടുപോകണം. ഈ ഒരു ഡയലോഗ് കൊണ്ട് മാത്രം നമ്മളെ പിടിച്ചിരുത്തുന്ന എലമെന്റ് സിനിമയിലുണ്ട്. സോ ആ ഒരു സാധനം അടിപൊളിയായിട്ട് തന്നെ മൂവിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മൂവിയുടെ സ്റ്റാർട്ടിങ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ത്രൂ ഔട്ട് ദ മൂവി ആ ഒരു പാറ്റേണിലാണ് പോകുന്നത്. അതും വളരെ എൻഗേജിങ് ആയിട്ടാണ് മൂവി സംസാരിക്കുന്നത്. എസ്പെഷ്യലി ആ ഡയലോഗ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ ഡയലോഗ്സും നമ്മളെ പിടിച്ചിരുത്തുന്നതെങ്കിൽ അത്രമാത്രം ഇമ്പാക്ട് ആ ഡയലോഗിന് ഉണ്ടാകണം. സോ അതുകൊണ്ട് തന്നെ സ്ക്രീൻ പ്ലേ ആയാലും ഡയലോഗ്സ് ആയാലും അടിപൊളിയായിട്ട് തന്നെ ഓരോ സീക്വൻസിലും എഴുതി വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ എന്ത് പറയാം, നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് പോലും ബോറടിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് പോലും ഇത് വേണ്ട എന്ന് തോന്നുന്നില്ല. സോ ആലോചിച്ച് നോക്കുക. അപ്പോൾ തന്നെ ആ ഒരു ഡയലോഗിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഡയലോഗിന്റെ ആ ഒരു മൂവിയിലുള്ള പവർ എന്ന് പറയുന്നത്. ഈ ഒരു മൂവി സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാൽ ആ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു കാര്യം വരുമ്പോൾ എങ്ങനെ ആയിരിക്കണം ഓരോ ആൾക്കാരുടെ അപ്രോച്ചസ് എന്നാണ് ഈ സിനിമയിൽ സംസാരിക്കുന്നുള്ളത്. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ മനുഷ്യൻ എന്താണെന്ന് ഈ സിനിമയിൽ സംസാരിക്കുന്നുണ്ട് ഒരുപാട് പോർഷൻസിൽ. അതായത് ഇപ്പോൾ മനുഷ്യനാണ്, സ്വഭാവം മാറാം, ഏത് സെക്കൻഡിൽ എപ്പോൾ വേണം മാറാം. ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് സ്വഭാവം മാറി വേറൊരു കാര്യത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഒപ്പീനിയൻ തന്നെ മാറ്റാം. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അതായത് പക്ക മനുഷ്യൻ എന്താണ് അല്ലെങ്കിൽ മനുഷ്യന്റെ ആ ഒരു സ്വഭാവം എന്താണെന്നൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട കാസ്റ്റ്, ഒരു രക്ഷയില്ല. ഈ 13 പേരും പക്ക കാസ്റ്റിംഗ് ആയിരുന്നു. ഈ 13 ആൾക്കാരെന്ന് പറയുമ്പോൾ എല്ലാവരും സെയിം അല്ല. ഓരോ ആൾക്കാരും ഓരോ ഏജ് ഗ്രൂപ്പിലുള്ളതാണ്, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം ഡിഫറൻസ് ആണ്. സോ ഒരു പർട്ടിക്കുലർ സ്പേസിന്റെ അകത്ത് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ അകത്ത് വരുമ്പോൾ ഈ 13 ആൾക്കാരും 13 ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ഏജ് ഡിഫറൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഓരോ ആൾക്കാരുടെ POVയിൽ അല്ലെങ്കിൽ ഓരോ ആൾക്കാർ ആ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ ഒപ്പീനിയൻ എങ്ങനെയാണ് പറയുന്നത്. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വളരെ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ആൻഡ് സ്ക്രീൻ പ്ലേ വാസ് അടിപൊളിയായിട്ട് തന്നെ ബിൽഡ് ചെയ്ത് പോകുന്നത്. എവിടെയെങ്കിലും ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഒരു മൂവി ഔട്ട് ഓഫ് ട്രാക്ക് ആയതിനെ. പക്ഷെ ആ ഒരു എൻ്റയർ മൂവി ആ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ എൻഗേജ് ചെയ്ത് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ആ കാസ്റ്റിൽ എസ്പെഷ്യലി എടുത്തു പറയേണ്ട വിനയ് ഫോർട്ടും ആ ഒരു ലീഡ് ചെയ്യുന്ന ഒരു ലേഡി ക്യാരക്ടറാണ്. പുള്ളിക്കാരുടെ പേര് എനിക്കറിയത്തില്ല. പൊളിയായിട്ടുണ്ട്, രണ്ടുപേരും അടിപൊളി, എല്ലാവരും അടിപൊളിയായിരുന്നു. എന്നാലും ഞാൻ എസ്പെഷ്യലി എടുത്തു പറഞ്ഞാണ് വിനയ് ഫോർട്ടൊക്കെ മൂപ്പര് പൊളിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ. നൈസായിട്ട് തന്നെ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ഈ ഒരു മൂവിയുടെ എക്സിക്യൂഷൻ ആണ്. അടിപൊളിയായിട്ടാണ് ആ എൻ്റയർ മൂവി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ സ്പേസിന്റെ അകത്ത് നിന്നാണ് ഈ ഒരു മൂവിയുടെ എൻ്റയർ സ്റ്റോറി സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ബിൽഡിംഗ്, ഒരു വീടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആ ഒരു വീടിൻ്റെ അകത്തുള്ള സ്പേസിന്റെ അകത്ത് ഇത്ര ആൾക്കാർ പോയി നിന്ന് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെയും നാച്ചുറൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോ ആൾക്കാരും എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ പല ആൾക്കാർക്കും പല സ്വഭാവമായിരിക്കാം, പല ഏജ് ലിമിറ്റിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ പല ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരാണ്. സോ അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവർ ഹാൻഡിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ അവർ റെസ്പോൺസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര നാച്ചുറലാണ്. നമ്മൾ ഈ എഴുതി പഠിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വിടുന്ന പോലെ ഒന്നുമല്ല. ഒരു പക്ക റോ ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് ഈ സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. സോ എല്ലാവരും മസ്റ്റായിട്ട് സിനിമ ഒന്ന് കണ്ടു നോക്കുക. ഈ സിനിമയിൽ സംസാരിക്കുന്ന സബ്ജക്റ്റ് ആയാലും അല്ലെങ്കിൽ ആ സിനിമയുടെ എക്സിക്യൂഷൻ ആയാലും ആ ഒരു പ്രസന്റേഷൻ ആയാലും എല്ലാം അടിപൊളിയാണ്. സോ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. സോ എല്ലാവരും ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. OTT വരുന്നവരെ വെയിറ്റ് ചെയ്യാന്നിരുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. സോ എന്തായാലും കണ്ടു നോക്കുക. ആൻഡ് ഐ എം സോ ഹാപ്പി. ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു അടിപൊളി മൂവി കണ്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ റിവ്യൂസ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.